കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സ്ഥലസഭയുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പഴയ ഹോളിൽ വന്നിട്ടുണ്ട്, പുതിയ ഹോളിൽ ആദ്യമായിട്ട് വരികയാണ്. നിങ്ങൾ എന്നെ ഈ പ്രത്യേക ക്ലാസ്സിന് വേണ്ടി ക്ഷണിച്ചതിൽ സഭയോടുള്ള നന്ദി ആരംഭമായി പ്രത്യേക അറിയിക്കുകയാണ്. വളരെ സന്തോഷം തോന്നി. ഇവിടെ ഇരുന്നപ്പോൾ രജനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിളിച്ചപ്പോണ്ട് പോക്കൊച്ചിയിൽ വെച്ച് നടന്ന എൻ്റെ ഒരു മീറ്റിങ്ങിന് വെച്ച് രക്ഷിക്കപ്പെട്ട ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് സഹോദരി മാത്രം രക്ഷിക്കപ്പെട്ടു വന്നു. ദൈവാത്ഭുതകരമായി ഇങ്ങനെ പലരെയും രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത് കാണാനിടയാകുന്ന സ്തോത്രം. നമ്മൾ സമയം ഒട്ടും കളയാതെ, ഇത്ര വരെയുള്ള സമയം ഒട്ടും കളയാതെ ഞാനൊരു വലിയ ബൃഹത്തായ ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. ഞാനിതിൻ്റെ ഒരു ചെറിയ ബുക്ക്ലെറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം കൺവെൻഷനും അതുപോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ എടുത്ത ക്ലാസ്സുകളാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാക്കാനായിട്ടിടയായി. ഇത് ബുക്കാക്കണമെന്നും പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട് ആളുകൾ. സമയം അനുവദിക്കുന്നെങ്കിൽ ഇതൊരു ബുക്കാക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഇതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിൽ കയറിയാലും ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം മിക്കവാറും ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ മുഴുവൻ സൗരന്മാർ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ വിഷയത്തിൻ്റെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ ഒട്ടും മുഖവരിയായി സമയം കളയുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നെ ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. തുടർന്നും പ്രാർത്ഥനകൾ ഓർക്കണം. എബ്രാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ച് ഈ പഠനം നമുക്ക് ആരംഭിക്കാം. എബ്രാലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മതവുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇംഗ്ലീഷിൽ വായിച്ചാൽ അവസാനത്തെ ഭാഗം ടു ഹൂം വി മസ്റ്റ് ഗീവ് അക്കൗണ്ട്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വാക്കിന്റെ വാചകം ടു ഹൂം വി മസ്റ്റ് ഗിവ് അക്കൗണ്ട്. അവനോട് നമ്മുടെ ജീവിത കണക്കുകൾ കൊടുക്കണം. അവന് മറിഞ്ഞു കിടക്കുന്ന ഒന്നുമില്ല, എല്ലാം നഗ്നവും മഗ്നവുമാണ്. മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ എല്ലാവരെയും പലരും ചിന്തിക്കുന്ന പോലെ ഒരേ സമയത്തല്ല ന്യായം വിധിക്കുന്നത്. ദൈവത്തിന് ന്യായവിധിയുടെ ഒരു പ്രോഗ്രാം തന്നെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ ഈ വിഷയം ധ്യാനിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും വരുന്നപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ച് വിഷയത്തിലേക്ക് കടന്നുകൊള്ളാം. ഡാനിയൽ വെബ്സ്റ്റർ എന്ന് പറയുന്ന ഒരു വലിയ പ്രസിദ്ധനായ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മാനാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായ ഒരു വിശ്വാസിയാണ്. അദ്ദേഹത്തെ ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചു, ഒരു ലഞ്ചിന് ക്ഷണിച്ചിരിക്കുകയാണ്. തൻ്റെ കൂടെ ഒരുപാട് ചെറുപ്പക്കാരെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഭക്ഷണ മധ്യത്തിൽ താൻ ശ്രദ്ധിച്ചപ്പോൾ ഈ വലിയ മനുഷ്യൻ ഇരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ ഓരോ കാര്യങ്ങളുടെ സംഭാഷണത്തിൽ കയറിപ്പോയി, ചെറുപ്പക്കാരൊക്കെ. ഈ ഭക്ഷണത്തിന് തന്നെ ക്ഷണിച്ച വ്യക്തി നോക്കിയപ്പോൾ ഈ വലിയ മനുഷ്യൻ ഡാനിയൽ വെബ്സ്റ്റർ തനിച്ച് ചെന്ന് ആരോടും സംസാരിക്കാനില്ല, താൻ കഴിക്കേണ്ട പ്ലേറ്റിൽ വിരലുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തെ ഈ സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഹോസ്റ്റ് തന്നെ വിളിച്ച വ്യക്തി ചോദിച്ചു, മിസ്റ്റർ വെബ്സ്റ്റർ, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തോട്ട് ദാറ്റ് ഹാസ് കം ടു യുവർ ഹാർട്ട് എന്ന് ചോദിച്ചു. അല്ലയോ വെബ്സ്റ്റർ, നിന്റെ ഹൃദയത്തിൽ കടന്നു വന്ന ഏറ്റവും വലിയ ചിന്ത എന്താണെന്ന് ചോദിച്ചു. ഈ വെബ്സ്റ്റർ ഒരു മടിയുമില്ലാതെ പറഞ്ഞ വാക്ക് ഞാൻ കുറിച്ചു വെച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, the greatest thought that has come to my mind is that I must give account of myself one day to God. എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന ഏറ്റവും വലിയ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിത കണക്കുകൾ ദൈവത്തോട് കൊടുക്കാൻ ഒരു ദിവസം ഞാൻ അവൻ്റെ മുന്നിൽ നിൽക്കും എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചും ജീവിതത്തെ ഭരിക്കേണ്ട ഏറ്റവും വലിയ ചിന്ത നമ്മുടെ കണക്കുകൾ ദൈവത്തോട് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മളിവിടെ വായിച്ചു, ടു ഹൂം വി ഷുഡ് ഗിവ് അക്കൗണ്ട്. ഒന്നും മറച്ചു വെക്കാൻ കഴിയാത്തൊരു ദൈവം, സകലവും നഗ്നതും മലർന്നുമായി കിടക്കുന്നു അവന്റെ മുന്നിൽ. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്
to whom we should give our account. മനുഷ്യൻ, ഞാൻ ഓർപ്പിച്ചു, രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിലും രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിലും അവര് ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരെയും ഒരേ സമയത്തല്ല ന്യായം വിധിക്കുന്നത്. ഞാൻ അത് പറഞ്ഞിട്ട് പോകാം. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ 3 ന്യായവിധി മനുഷ്യരോടുള്ള ബന്ധത്തിലുണ്ട്. 3 ന്യായവിധി. 1, വിശ്വാസികളുടെ ന്യായവിധിയുണ്ട്. 2, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഭൂമി ജീവിച്ചിരിക്കുന്നവരെ ന്യായവിധിക്കുന്ന ന്യായവിധിയുണ്ട്. 1000 വർഷം കഴിയുമ്പോൾ പാപികളെ ന്യായം വിധിക്കുന്ന ന്യായവിധിയുണ്ട്. ഞാനത് 3ഉം ഓരോ വാക്കുകളിൽ പറഞ്ഞ് വിശദീകരിച്ചിട്ട് മുന്നോട്ട് പോകാം. വിശ്വാസികൾക്ക് ന്യായവിധിയില്ല. നാം തിരുവചനത്തിൽ വായിക്കുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷയുമില്ല. പിന്നെന്തുവാ അവിടെ ഓർക്കാൻ പോകുന്നത്? ഞാൻ നിങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ഓർക്കില്ല. പിന്നെന്താണ് അവിടെ ശിക്ഷിക്കുന്നത്? എന്താണ് ന്യായം വിധിക്കുന്നത്? എന്നെ ഏറ്റവും കുഴച്ചൊരു പ്രശ്നമാണ്. നമ്മുടെ പാപങ്ങൾ കർത്താവ് ഓർക്കത്തില്ല. ഞാനതിന്റെ വിശദീകരണം അല്പം എടുക്കാം. നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളും ഇന്ന് ജീവിതത്തിലുള്ള പാപങ്ങളും ഒന്നും ദൈവം ഓർക്കത്തില്ല. അതിന്റെ കാരണങ്ങൾ ഞാൻ തിരുവചനത്തിലൂടെ നോക്കാം. ദൈവം നമ്മുടെ പാപങ്ങളെ ഇനി ഓർക്കില്ല. 2, ക്രിസ്തുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പിന്നെ എന്താണ് ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മൾ കണക്കുകൾ കൊടുക്കേണ്ടത്? അതാണ് നമ്മുടെ പഠന വിഷയം. നമ്മൾ ഉൽപ്രാവണത്താൽ ഇവിടെ നിന്ന് മാറ്റപ്പെടും. ഇനിയും നടക്കേണ്ട ഏറ്റവും വലിയ സംഭവം ഉൽപ്രാവണമാണ്. ഉൽപ്രാവണം കൂടെ എടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഈ 2 വിഷയം കൂടെ ഈ 2 ദിവസം കൊണ്ട് നമുക്ക് കവറപ്പ് ചെയ്യാൻ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു വിഷയത്തോടെങ്കിലും സത്യത ആയിട്ട് എടുക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഉൽപ്രാവണം മാറ്റിവെച്ചത്. ചരിത്രത്തിൽ ഇനിയും നടക്കേണ്ട ഏറ്റവും വലിയ സംഭവം ഉൽപ്രാവണമാണ്. അതേത് നിമിഷം വേണമെങ്കിലും നടക്കും. ലോകത്തിന്റെ സംഭവങ്ങൾ വളരെ വ്യക്തമായി നമ്മളെ ഒരു കാര്യം ബോധ്യമാക്കി തരുന്നു. കഴിഞ്ഞ ഏതൊരു നാളുകളെക്കാട്ടിലും ലോക രാഷ്ട്രീയം സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സംഭവങ്ങൾ ഒന്നൊന്നായി കോർത്തിണക്കിക്കൊണ്ടിരിക്കുന്നു. ഏത് സമയത്തും ദൈവജനം ഇവിടെ നിന്ന് മാറ്റപ്പെടാം. ദൈവജനം മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന സംഭവങ്ങൾക്ക് വേണ്ടി ലോക രാഷ്ട്രീയം ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അവിടോട്ട് പ്രവേശിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഓർപ്പിച്ചോട്ടെ, ഇനിയും ചരിത്രത്തിൽ ആദ്യം നടക്കേണ്ടത് ഉൽപ്രാപനമാണ്. കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ നാം ഇവിടെ നിന്ന് രൂപാന്തരപ്പെട്ട് മാറ്റപ്പെട്ട് കർത്താവിൽ മരിച്ചവരുടെ പുനരുദ്ധാനം കൂടെ നടന്ന് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടും. നാം ഇവിടെ നിന്ന് 7 വർഷമെങ്കിലും മാറ്റപ്പെടും. നാം മധ്യാകാശത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കും. ഉൽപ്രാവണം. നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അവിടെ വെച്ച് പരിശോധിക്കും. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവിടെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്നത് അവിടെയാണ് എന്നുള്ളത് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. വേറെ മാറ്റി വെച്ചിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ തന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്ക് നോക്കിക്കട്ടെ, നാം എല്ലാവരും, നിങ്ങളെല്ലാവരും എന്നല്ല പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ കണക്കുകൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ കണക്ക് കൊടുക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുന്നിലാണ്. നോക്കുക, സിംഹാസനം എന്നുള്ള പദമല്ല ഉപയോഗിച്ചത്, ന്യായാസനം എന്ന പദമാണ്. ഗ്രീക്ക് ഭാഷയിൽ ഭീമ എന്നുള്ള പദമാണ്. അതിന്റെ ആശയം നമുക്ക് നോക്കാം. ശിക്ഷിക്കുന്ന ശിക്ഷയില്ല. ശിക്ഷയുണ്ടെങ്കിൽ അതിന് ത്രോണോസ് എന്ന് വന്നേനെ, സിംഹാസനം എന്ന് വന്നേനെ. ഇത് വിശ്വാസികളുടെ ജീവിതത്തെ പരിശോധിക്കുന്ന ഇടം. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ എടുത്തുകൊള്ളപ്പെട്ട ശേഷം പ്രതിഫലങ്ങളൊക്കെ പ്രാപിച്ച് നമ്മളെ അവിടെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ വെളിപ്പെട്ട് കർത്താവിനോടും കൂടെ നമ്മൾ മടങ്ങി വരും. 7 വർഷ പീഡനയുടെ അവസാനത്തിൽ ഈ ഭൂമിയിൽ താൻ രാജ്യം സ്ഥാപിക്കാൻ മടങ്ങി വരും. താൻ രാജ്യം സ്ഥാപിക്കാൻ ഭൂമിയിൽ വരുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിപ്പിക്കത്തില്ല. 7 വർഷത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സുവിശേഷ വേല നടക്കുന്നത് 7 വർഷത്തിലാണ്.
മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല രാജ്യങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കും. അപ്പോൾ അവസാനം വരും. അത് നടക്കുന്നത് ഉൽപ്രാവണത്തിന്റെ ശേഷം മഹോപദ്രവ കാലഘട്ടത്തിലാണ്. അവിടെ പ്രസംഗിക്കുന്നത് കൃപയുടെ സുവിശേഷമല്ല, രാജ്യത്തിന്റെ സുവിശേഷമാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ പ്രസംഗിച്ചത്, കർത്താവ് പ്രസംഗിച്ചത്, സ്നാപകൻ പ്രസംഗിച്ചത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. രാജാവിനോടും രാജ്യത്തോടും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രസംഗം. രാജാവിനെ അവർ ക്രൂശിച്ചു, രാജ്യം സ്ഥാപിക്കുന്നത് മാറ്റിവെച്ചു. ഇനിയും കർത്താവ് മടങ്ങി വരും രാജ്യം സ്ഥാപിക്കാൻ. അവൻ വരുന്നതിന് മുമ്പ് 1000 ആണ്ട് പീഡന കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ സുവിശേഷം മത്തായി 24-ന്റെ 15-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ ഓർക്കണം. 14-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 14, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും. ജാതികൾ എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിളിൽ രാഷ്ട്രങ്ങൾ എന്നാണ്. The gospel of the kingdom shall be preached as a witness to the whole nations. ലോക വ്യാപകമായി എല്ലാവർക്കും പ്രസംഗിക്കും. ഇന്ന് എല്ലായിടത്തും പ്രസംഗിക്കാൻ ഒക്കില്ല. ഇന്ത്യയിൽ തന്നെ വാതിലുകൾ അടയുകയാണ്. കമ്മ്യൂണിസ്റ്റ് കൺട്രികളിൽ സാധ്യമല്ല, മുസ്ലിം രാജ്യങ്ങളിൽ സാധ്യമല്ല. എന്നാൽ മഹോപദ്രവ കാലഘട്ടത്തിൽ ലോകം കീഴ്മേൽ മറിയുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് 1,44,000 ഇസ്രായേൽ മക്കളെ മുദ്രയിടുന്നതായി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നു. അവിടെ വെച്ച് അവരെ കൊല്ലുവാൻ അന്തിക്രിസ്തുവിന് കഴിയില്ല. അവർ ലോകവ്യാപകമായി ഈ സുവിശേഷം പ്രസംഗിക്കും. പക്ഷെ ആ സുവിശേഷത്തിന്റെ പ്രത്യേകത കണ്ടോ? 13-ാം വാക്യം നോക്കി, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്ന് സഹിച്ചു നിന്നല്ല രക്ഷിക്കപ്പെടുന്നത്, ഇന്ന് വിശ്വാസം അർപ്പിക്കുന്ന നിമിഷത്തിൽ രക്ഷിക്കപ്പെടും. എന്നാൽ അന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ, സഹിഷ്ണുത കൂടെ ആവശ്യമാണ്. വേണേ 1-2 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം നോക്കിയാട്ടെ, 13-ന്റെ 10-ാം വാക്യം മഹോദരവ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. 13-ന്റെ 10, അടിമയായി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലപ്പെടുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. മഹോപദ്രവ കാലഘട്ടത്തിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. വിശ്വാസം ആവശ്യമാണ്, സഹിഷ്ണുത ആവശ്യമാണ് രക്ഷിക്കപ്പെടാൻ. ഒരു വാക്യം കൂടെ നോക്കിയോ, അതിന്റെ 14-ന്റെ 12, വെളിപ്പാട് പുസ്തകം തന്നെ 14-ന്റെ 12-ാമത്തെ വാക്യം. ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടിവിടെ ആവശ്യം. രാജ്യത്തിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ, രാജാവ് വന്ന് രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുകയും അന്തിക്രിസ്തുവിനെ മുദ്രയേൽക്കാതെ സഹിച്ചു നിന്ന് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ മാത്രമേ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരെ കർത്താവ് മടങ്ങി വരുമ്പോൾ ന്യായം വിധിക്കും. ആ ന്യായവിധിയുടെ പേരാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31 തൊട്ടുള്ള വാക്യം നോക്കി. മത്തായി 25-ന്റെ 31 തൊട്ട് വളരെ വ്യക്തമായി അത് എപ്പോൾ നടക്കുന്നു എന്ന് പറയും. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. ആ വാക്ക് നോക്കിയേ, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കാൻ വരികയാണ്. രാജാതി രാജാവായി വാഴാൻ പോവുകയാണ്. അവൻ തേജസ്സിൽ സകല വിശുദ്ധ ദൂതന്മാരുമായി മടങ്ങി വരുമ്പോൾ എവിടെ ഇരിക്കുമെന്നാ പറഞ്ഞ്? തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. ത്രോൺ ഓഫ് ഗ്ലോറി. ആരെയാണ് അവന്റെ മുന്നിൽ കൂട്ടുന്നത്? ഈ 32-ാം വാക്യം, സകല ജാതികളെയും അവന്റെ മുന്നിൽ കൂട്ടും. He will gather all nations. രാഷ്ട്രങ്ങളെ മുഴുവൻ അവന്റെ മുന്നിൽ കൂട്ടും. അവരെ 2ആയി വേർതിരിക്കും. വലത്തൊരു കൂട്ടരെ നിർത്തും, ഇടത്തൊരു കൂട്ടരെ നിർത്തും. ഈ വലത്തുള്ളവരോട് പറയും, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ഒരുക്കിയ രാജ്യം കൈവശപ്പെടുത്തുക. അവർ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. ഇടത്തുള്ളവരെ നിത്യ നരകത്തിലേക്ക് മാറ്റിക്കളയും. ഇത് ക്ഷമിക്കണം, ആരോ ക്രിസ്ത്യ സഭകൾ പ്രാർത്ഥിക്കാറുണ്ട്, നീ വരുമ്പോൾ ഞങ്ങളെ വലത്തുഭാഗത്ത് നിർത്തണേ. ഇത്
വിശ്വാസികൾക്കുള്ളതല്ല, ക്രിസ്ത്യാനികൾക്കുള്ളതല്ല. ഇത് സഭ മാറ്റപ്പെട്ട ശേഷം ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരെ, രണ്ടായി തിരിച്ച് രക്ഷിക്കപ്പെട്ടവരെ ആരാണെന്ന് കാണാൻ വേണ്ടി കർത്താവ് വേർതിരിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നു. അത് തേജസ്സിന്റെ സിംഹാസനത്തിലാണ്. നമ്മൾ കണ്ടു, നാം അധ്യായത്തിൽ എടുത്തുള്ളപ്പെട്ടാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതം പരിശോധിക്കും. അവൻ മടങ്ങി വരുമ്പോൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ന്യായം വിധിക്കുന്നത് തേജസ്സിന്റെ സിംഹാസനത്തിന് മുന്നിൽ. 1000 വർഷം കർത്താവ് ഭരിക്കും. 1000 വർഷം ഭരിച്ച ശേഷം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം നോക്കിയാട്ടെ. ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് ഈ ഭാഗം നിർത്താം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകാതെ മനസ്സിലാകത്തക്കവണ്ണം മാത്രം എടുക്കുകയാണ്. കാരണം നമ്മുടെ ന്യായവിധിയെക്കുറിച്ച് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ന്റെ 11 തൊട്ട് 15 വരെ നോക്കിയാൽ ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു. ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, മരിച്ചാപാലവൃത്തം സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്ന കണ്ടു. രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരും, മരിച്ചുപോയ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത സകലരും 1000 വർഷം കഴിയുമ്പോഴാണ് പുനരുത്ഥാനം പ്രാപിച്ച് ക്രിസ്തു ഈ ഇവിടെ വായിക്കുന്ന വെള്ള സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നത്. എന്തിനാ അവിടെ നിൽക്കുന്നവരെല്ലാം നരകത്തിൽ പോകാൻ പോവുകയാണ്. പിന്നെ എന്തിനാണ് അവിടെ ന്യായവിധി നടക്കുന്നത്? ഇവിടെ വായിച്ചാൽ അറിയാം. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായവിധി ഉണ്ടായി. നരകത്തിലോട്ട് വിടുമ്പോഴും നീതിയുള്ള ദൈവം പാപം കൂടുതൽ ചെയ്തവന് കൂടുതൽ ശിക്ഷ നരകത്തിലുണ്ട്. ധാർമ്മിക ജീവിതം നയിച്ച പാപികളുണ്ട്, മഹാപാപികളായി ജീവിച്ച പാപികളുണ്ട്. ഇവരെ രണ്ടുപേരെയും നരകത്തിൽ പോകും. കാരണം ഇവിടെ വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പക്ഷെങ്കിൽ പ്രവൃത്തികളുടെ പുസ്തകം തുറന്ന് ആ പുസ്തകത്തിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണമാണ് മരിച്ചവർക്ക് അവരുടെ ന്യായവിധി ഉണ്ടാകുന്നത്. പാപികളുടെ വിശുദ്ധന്മാരുടെ പ്രതിഫലത്തിൽ വ്യത്യാസമുള്ളതുപോലെ പാപികളെ ന്യായം വിധിക്കുമ്പോൾ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കും അവരുടെ ശിക്ഷ. അത് വെള്ള സിംഹാസനത്തിന് മുന്നിൽ ഭയാനകമായ ഒരു ശിക്ഷയാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അവ നോക്കുക, 3 ന്യായാസനങ്ങളെ കുറിച്ച്, ന്യായവിധികളെ കുറിച്ചാണ് മനുഷ്യനുള്ള ബന്ധത്തിൽ കാണുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ സഭയുടെ ന്യായവിധി. അവൻ മടങ്ങി വരുമ്പോൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരെ തേജസ്സിന്റെ സിംഹാസനത്തിന് മുന്നിൽ ഉള്ള ന്യായവിധി. 1000 വർഷം ഭരണത്തിന്റെ ശേഷം പാപികളുടെ ന്യായവിധി വെള്ള സിംഹാസനത്തിന് മുന്നിൽ. 3 വിധമായ ന്യായവിധി. ഇത് 3 വിധത്തിലാണ് നടക്കുന്നത്. അത് വിശദമായി ദൈവവചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. അതിൽ വിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ വിഷയം ഞാൻ പഠിച്ചപ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. ന്യായവിധി തീർച്ചയാണ്. കാരണം ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ ചില തീരുമാനങ്ങൾ ദൈവം എടുത്തിട്ടുണ്ട്. അതിന് പറയുന്നത് അപ്പോയിന്റ്മെന്റ്സ് എന്നാണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നിയമനങ്ങളാണ്. മനുഷ്യന്റെ നിയമനങ്ങളൊക്കെ മാറ്റാം. നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, നമ്മൾ ചില അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാറുണ്ട്. ആ അപ്പോയിന്റ്മെന്റ് അവർക്കും മാറ്റാം, നമുക്കും മാറ്റാം. എന്നാൽ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് മാറ്റാൻ കഴിയില്ല. ഞാൻ ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ ചില നിയമിക്കപ്പെട്ട നിബന്ധനകൾ ഞാൻ കണ്ടു. ഞാനതൊന്ന് പറയാം. എബ്രായലേഖനം എടുത്താട്ടെ, 9-ാം അധ്യായം. നമുക്ക് 3-4 ഒന്ന് വായിച്ചു വിടാം, അപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാകും. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇറ്റ് ഈസ് അപ്പോയിന്റഡ് അൺടു മാൻ വൺസ് ടു ഡൈ ആൻഡ് ദെൻ ജഡ്ജ്മെന്റ്. മരണം രക്ഷപ്പെടാൻ ആർക്കും കഴിയുന്നില്ല. എന്താ കാരണം? ആർക്കും മരണത്തെ കടന്നു പോകുവാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്നാ? ദൈവത്തിന്റെ നിയമനമാണ്. ദൈവം നിയമിച്ചതാണ് മരണം. ആ മരണം നിശ്ചയമായിരിക്കുന്നത് പോലെ മരണശേഷം ഒരു ന്യായവിധിയും ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇപ്പൊ 2 നിയമനങ്ങൾ കണ്ടു. അപ്പോയിന്റ്മെന്റ്, മരണം ദൈവം അപ്പോയിന്റ് ചെയ്തു, മരണശേഷം ഉള്ള ന്യായവിധിയും ദൈവം അപ്പോയിന്റ് ചെയ്തു. തീർന്നില്ലേ?
നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. അവിടെ 2-3 കാര്യം നമ്മൾ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നോക്കിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. 27-ാമത്തെ വാക്യത്തിൽ അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അതിന്റെ 22-ാമത്തെ വാക്യം, എല്ലാവരെയും പിതാവ് ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കണം. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രനും കൊടുത്തിരിക്കുന്നു. തീർന്നില്ലേ? അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം ഇതോട് ചേർത്തൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17-ാമത്തെ അധ്യായം 17-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. 17:31, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസം നിശ്ചയിച്ചു. 2 നിയമനങ്ങൾ ഇവിടെ കാണുന്നു. ഒരാളെ താൻ നിയമിച്ചു, ന്യായാധിപനെ ദൈവം നിയമിച്ചു. ആരാണ് ഈ ന്യായാധിപൻ? യേശുക്രിസ്തുവാണ്. പിതാവ് ആരെയും ന്യായം വിധിക്കത്തില്ല. ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റാ. കാരണം ഈ വെള്ള സിംഹാസനത്തിൽ ആരാ ഇരിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വചനത്തെ ആസ്പദമാക്കി അവിടെ ഇരിക്കുന്നത് യേശുക്രിസ്തുവാണ്. എല്ലാ ന്യായാസനങ്ങളിലും ന്യായവിധി നടത്തുന്നത് യേശുക്രിസ്തുവാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുകയാണ്. ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസം നിശ്ചയിച്ചു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവമാണ് പറയുന്നത്. ന്യായവിധിക്കായി അവൻ ഒരു ദിവസം നിശ്ചയിച്ചു. മരണം ദൈവം നിശ്ചയിച്ചു, മരണശേഷം ന്യായവിധി നിശ്ചയിച്ചു, ഒരു ന്യായാധിപനെ നിശ്ചയിച്ചു, അത് ക്രിസ്തുവാണ്. അതിന്റെ ശേഷം നമ്മൾ വായിക്കുന്നു, ഒരു ദിവസം അവൻ നിശ്ചയിച്ചു. ആർക്കും ആ ദിവസം മാറ്റാൻ സാധ്യമല്ല. അന്ന് ന്യായവിധി നടന്നിരിക്കും. ദൈവത്തിന്റെ നിശ്ചയമാണ്. അവിടെ കൊണ്ടും തീർന്നില്ലേ? ഈ ന്യായവിധി, ഏത് ന്യായവിധി നടക്കണമെങ്കിലും ആ ന്യായവിധിക്ക് ചില പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണത്തെ ആസ്പദമാക്കിയാണ്, നിയമത്തെ ആസ്പദമാക്കിയാണ് ന്യായവിധി നടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം എടുത്താട്ടെ. ഈ ന്യായവിധികളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യം, എന്റെ വചനം കേൾക്കാതെ എന്നെ തള്ളിക്കളയുന്നതിനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സംസാരിച്ച വചനം ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. ഞാനൊരു വാക്യം കൂടെ അതോട് ചേർത്ത് വായിച്ചോട്ടെ. ആവർത്തനം 18 എടുത്താട്ടെ. മോശയോട് ദൈവം പറഞ്ഞു. ആവർത്തന പുസ്തകം 18-ാം അധ്യായം നോക്കിക്കാട്ടെ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം. ആവർത്തന പുസ്തകത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തില് ദൈവം പറയുന്ന കാര്യം നോക്കിയാട്ടെ. അതിന്റെ 18-ഉം 19-ഉം വാക്യം. ആവർത്തനം 18-ന്റെ 18-ഉം 19-ഉം വാക്യം. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. അവർ അവനോട് കൽപ്പിക്കുന്നൊക്കെയും ഞാൻ അവനോട് കൽപ്പിക്കുന്നൊക്കെയും അവനവനോട് പറയും. അടുത്ത വാക്യം നോക്കിയേ, 19. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. ആരായി പറയുന്നത്? സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുകയാണ്, നിന്നെപ്പോൾ പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കും. അത് മറ്റാരുമല്ല, യേശുക്രിസ്തുവാണ്. എന്റെ വചനങ്ങളെ ഞാൻ അവന്റെ നാവിൽ കൊടുക്കും. അവൻ ജനങ്ങളോട് സംസാരിക്കും. ആരെങ്കിലും ആ വചനം കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. I will require it from him. നമ്മുടെ കർത്താവ് ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. യോഹന്നാൻ 12-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായീകരിക്കും. സഹോദരന്മാരെ, മരണം ദൈവം നിശ്ചയിച്ചു, മരണശേഷം ന്യായവിധി നിശ്ചയിച്ചു, ന്യായാധിപനെ നിശ്ചയിച്ചു, ന്യായം വിധിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചു, ന്യായം വിധിക്കുന്ന സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചു. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവിടെ വിടാം.
സങ്കീർത്തനങ്ങൾ 9 എടുത്താട്ടെ. സങ്കീർത്തനങ്ങൾ 9. ന്യായവിധിയുടെ സർട്ടനിറ്റി, തീർച്ച, ഉറപ്പ് ഈ വാക്കുകൾ നമുക്ക് തരുന്നു. സങ്കീർത്തനങ്ങൾ 9:9 7-ാം വാക്യം നോക്കിയാൽ, എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. Prepared. God has prepared his throne. ഞാൻ ഈ ഭാഗം പറഞ്ഞു നിർത്തട്ടെ. ന്യായവിധി തീർച്ചയായിട്ടും നടക്കും. ദൈവത്തിന്റെ നിയമനങ്ങൾ ആർക്കും മാറ്റാൻ കഴിയില്ല. ഈ ന്യായവിധി ദൈവം നിയമിച്ചതാണ്. മരണം ദൈവം നിശ്ചയിച്ചു, ആർക്കും മാറ്റാൻ കഴിയില്ല. മരണശേഷം ന്യായവിധി നിശ്ചയിച്ചു, മാറ്റാൻ കഴിയില്ല. ദൈവം ന്യായാധിപനെ നിശ്ചയിച്ചു. നമ്മുടെ കർത്താവാണ് ന്യായാധിപൻ. നമ്മൾ വീണ്ടും വായിച്ചു, ന്യായവിധിക്കായി ഒരു ദിവസം നിശ്ചയിച്ചു. ദൈവം നിശ്ചയിച്ച ദിവസം നടത്തും. പിന്നീട് നമ്മൾ കണ്ടു ന്യായവിധി എങ്ങനെ നടക്കുന്നു, അതിന്റെ സ്റ്റാൻഡേർഡ് അവൻ നിശ്ചയിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം, പിതാവിന്റെ നാവിൽ തന്ന വചനം നിങ്ങളെ ന്യായവിധിക്കും. അവസാനമായി കണ്ടു ന്യായവിധിക്കായി സിംഹാസനം ഒരുക്കി. എത്ര കെയർഫുൾ ആയിരിക്കണം. ദൈവത്തിന്റെ ന്യായവിധി തീർച്ചയായിട്ടും നടക്കും. നമ്മൾ തിരുവചനത്തിൽ വായിച്ചു, ടു ഹും വി ഷുഡ് ഗിവ് അവർ അക്കൗണ്ട്. നമ്മുടെ കണക്കുകളെ നമ്മൾ അവനോട് കൊടുക്കണം. നമുക്കിനിയും നമ്മളോടുള്ള ബന്ധത്തിൽ ഈ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി ശേഷിക്കുന്ന സമയം ആ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മുടെ ന്യായവിധിയുള്ള ബന്ധത്തിൽ ആ വിഷയം നമ്മൾ എടുക്കാനായിട്ട് പോകുക. ഞാൻ ഓർപ്പിച്ചു, ഈ വിഷയം ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അഭികരിച്ചു. പ്രശ്നങ്ങൾ അഭികരിച്ചെന്ന് പറയുമ്പോൾ ഇത് ഉപദേശപരമായിട്ട് തെറ്റാനായിട്ട് പാടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്കിനി ശിക്ഷയില്ലെന്ന് വായിക്കുന്നു. റോമലേഖനം 8-ാം അധ്യായത്തിൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പിന്നെങ്ങനെ അവിടെ ന്യായവിധി? പിന്നെ ഞാൻ ചിന്തിച്ചു, എന്താണ് ഈ ന്യായവിധിക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെടുന്നത് വരെയുള്ള എന്റെ പാപം ക്ഷമിച്ചു, രക്ഷിക്കപ്പെട്ട ശേഷം എന്നിൽ വരുന്ന പാപമാണോ ശിക്ഷിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. വചനത്തിൽ നിന്ന് മനസ്സിലായി, എന്റെ ഒരു പാപവും അവന് ഓർക്കാൻ പോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഈ ന്യായം? ഇത് ഞാൻ അല്പം ബുദ്ധിമുട്ടിയപ്പോൾ എനിക്കിത് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിഞ്ഞത് ഇതിനെ വേർതിരിച്ചപ്പോൾ. നമ്മൾ തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞു, ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യുക എന്നുള്ളത് മലയാളത്തിൽ വായിക്കുന്നെങ്കിലും ഇംഗ്ലീഷിൽ വായിക്കുന്നത് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവവചനത്തെ ശരിയായി ഭാഗിച്ച് പഠിക്കുക. ഒരു ശരിയായ ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ ശരിയായി ഭാഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ശരിക്ക് വിഭജിക്കുന്നത്. ഈ ന്യായവിധി ഉള്ള ബന്ധത്തിൽ, വിശ്വാസികളുടെ നമ്മളുടെ ന്യായവിധിയുള്ള ബന്ധത്തിൽ അതിനെ 3ആയി തിരിച്ചെങ്കിലേ ഉപദേശത്തിൽ തെറ്റാതെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു തലക്കെട്ട് കൊടുക്കുക, 3-fold judgment of a believer. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ 3 വിധമായ ന്യായവിധി. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ 3 വിധമായ ന്യായവിധി. ഇംഗ്ലീഷിൽ എഴുതിയാൽ 3-fold judgment of a believer. എന്താ അങ്ങനെ പറയുന്നത്? പറയും. അത് പറയാൻ എളുപ്പമുണ്ട്, കാരണം ഇംഗ്ലീഷിൽ വായിച്ചാൽ അത് കാണാതെ പറയും. പാസ്റ്റ് ജഡ്ജ്മെന്റ് ആസ് എ സിന്നർ. പാപി എന്ന നിലയിൽ കഴിഞ്ഞുപോയ ന്യായവിധി. പാപി എന്ന നിലയിൽ ന്യായവിധി കഴിഞ്ഞുപോയി. പാസ്റ്റ് ജഡ്ജ്മെന്റ് ആസ് എ സിന്നർ. ഇപ്പൊ നമ്മൾ ആരാ? ദൈവമക്കളാണ്. പ്രസന്റ് ജഡ്ജ്മെന്റ് ആസ് എ സൺ. ഒരു പുത്രൻ എന്ന നിലയിൽ ഇന്നൊരു ന്യായവിധി നടക്കുന്നുണ്ട്. അതിന്റെ പേരെന്നാ? ബാലശിക്ഷ. ബാലശിക്ഷ. അത് ദൈവമക്കൾക്കേ ഉള്ളൂ, ഭാവികൾക്കില്ല. 3, ഫ്യൂച്ചർ ജഡ്ജ്മെന്റ് ആസ് എ സെർവന്റ്. ഭാവിയിൽ ഒരു ദാസൻ എന്ന നിലയിൽ ന്യായവിധി നടക്കും. ഇത് 3ആയി വേർതിരിച്ച് പഠിക്കുന്നില്ലെങ്കിൽ ഉപദേശത്തിൽ തെറ്റും, കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലായി മാറും. നമുക്ക് വ്യക്തമായി അത് ഗ്രഹിക്കാം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വിശ്വാസിയുടെ ന്യായവിധികൾ 3ആയി തിരിക്കണം. 3-fold judgment of a believer. ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ നടക്കുന്ന 3 വിധമായ ന്യായവിധി. 1,
പാപി എന്ന നിലയിൽ അവന്റെ ന്യായവിധി കഴിഞ്ഞുപോയി. എടുക്കാം, അല്പം മിനിറ്റ് ഞാൻ അത് എടുക്കാം. 2, ഒരു പുത്രൻ എന്ന നിലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ന്യായവിധി. 3, ഒരു ദാസൻ എന്ന നിലയിൽ ഭാവിയിൽ നടക്കുന്ന ന്യായവിധി. ഇംഗ്ലീഷിൽ ആരെങ്കിലും എഴുതുന്നെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലും പറയാം. പാസ്റ്റ് ജഡ്ജ്മെന്റ് ആസ് എ സിന്നർ, പ്രസന്റ് ജഡ്ജ്മെന്റ് ആസ് എ സൺ, ഫ്യൂച്ചർ ജഡ്ജ്മെന്റ് ആസ് എ സെർവന്റ്. ആദ്യത്തേതിലേക്ക് വരും. ഒരു തലക്കെട്ട് വേണേ കൊടുത്തു. അതെടുക്കാതെ അത് ഉപദേശപരമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഒക്കില്ല. 1, ഒരു പാപി എന്ന നിലയിൽ നമ്മുടെ ന്യായവിധി കഴിഞ്ഞുപോയി. നമ്മള് വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കുന്നു. പാപത്തിന്റെ ശിക്ഷ ദൈവം കാൽവറി ക്രൂശിൽ തന്റെ പുത്രന്റെ മേൽ നടത്തുകയാണ്. യെശയ്യാപ്രവചനം കാണാതെ നമുക്കറിയാം. 53-ാം അധ്യായം എടുത്താട്ടെ. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തർ താൻ തന്നെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അടുത്ത ഭാഗം. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ആരുടെ അകൃത്യമാണ്? എല്ലാവരുടെയും. യഹൂദന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും അകൃത്യം ആരുടെ മേൽ ചുമത്തി? പുത്രന്റെ മേൽ ചുമത്തി. പത്രോസ് രേഖപ്പെടുത്തി 1 പത്രോസ് 2:24 ആ വാക്യം കൂടെ വായിക്കാം. ഈ ഭാഗം നമുക്കൊന്ന് മനസ്സിലാക്കാൻ. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പിതാവായ ദൈവം നമ്മുടെ പാപങ്ങളെ എല്ലാം അവന്റെ മേൽ ചുമത്തി. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. ലേവ്യ പുസ്തകം 16-ാം അധ്യായം ഇത് മനസ്സിലാക്കി തരുന്നു. എനിക്ക് അവിടോട്ട് പോയി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ഒരു നിവൃത്തിയുമില്ല, സമയം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തില് 1 വർഷം ഇസ്രായേൽ ചെയ്ത പാപത്തിന്റെ പരിഹാരം ഉണ്ടാക്കുന്ന ദിവസം, അതിന്റെ പേരാണ് മഹാപാപ പരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റ്. അന്ന് ആട്ടുകൊറ്റനെ കൊണ്ടുവന്ന് അഹരോൻ കരങ്ങൾ അതിന്റെ ശിരസിൽ വെച്ച് കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഈ ആടിന്റെ ശിരസിലോട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് വഴി അറിയാവുന്നവർ ഈ ആടിനെയും കൊണ്ട് 10 മൈൽ ദൂരെ പോയി ഒരു വലിയ ഗർത്തത്തിലേക്ക് ഈ ആടിനെ തള്ളിക്കളയും. ആട് പിന്നെ തിരിച്ചു വരില്ല. അഹരോൻ അറിയാവുന്ന വിധത്തിൽ ആ വർഷം ഇസ്രായേൽ ചെയ്ത പാപം മുഴുവൻ ആ ആടിന്റെ ശിരസിൽ കരങ്ങൾ വെച്ച് ഏറ്റുപറഞ്ഞ് ഈ ആടിനെ 10 മൈൽ ദൂരെ കൊണ്ടുപോയി ഒരു വലിയ ഗർത്തത്തിൽ തള്ളിക്കളയും. മഹാപുരോഹിതൻ ചെയ്യുന്ന ശുശ്രൂഷയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അഹരോൻ ചിലത് വിട്ടുകളഞ്ഞേക്കാം, അഹരോൻ ചിലത് ഓർക്കാതെ പോയേക്കാം. എന്നാൽ നമ്മൾ വചനത്തിൽ വായിച്ചു, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. നമ്മള് ചെയ്ത സകല പാപങ്ങൾ, ഈ പാപങ്ങള് ഏതെല്ലാം പാപങ്ങളാണ് അവന്റെ മേൽ ചുമത്തിയത്? ഈ കർത്താവിന്റെ മേൽ പാപങ്ങൾ ചുമത്തിയപ്പോൾ, നമ്മുടെ പാപങ്ങൾ ചുമത്തിയപ്പോൾ നമ്മൾ ജനിച്ചിട്ടില്ല. നമ്മുടെ അമ്മയപ്പന്മാർ ജനിച്ചിട്ടില്ല, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ജനിച്ചിട്ടില്ല. എന്നാൽ വചനത്തിൽ പറയുന്നു, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഞാൻ ഇന്നലെ രാത്രിയിൽ ഈ ഭാഗം നിന്ന് ധ്യാനിച്ചു നോക്കിയപ്പോൾ ഒരു ഭാഗം ഒന്ന് എടുത്താട്ടെ. 139-ാം സങ്കീർത്തനം, 139-ാം സങ്കീർത്തനം. ഞാന് ഇന്നലെ രാത്രിയിലും ദൈവം പെട്ടെന്ന് ഈ ഭാഗം എന്റെ മനസ്സിൽ കൊണ്ടുവന്നു. 139-ാം സങ്കീർത്തനം നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ 13-ാമത്തുള്ള വാക്യം. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ലേ. അടുത്ത ഭാഗം നോക്കിയ 16-ാം വാക്യം. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി.
എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം. നിയമിക്കപ്പെട്ട ഒരു നാളുകളുമില്ല. അന്ന് എന്നെ അവൻ അറിയാമായിരുന്നു. എന്നെ കുറിച്ചുള്ളത് അവൻ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതൊന്നും അവിചാരിതമല്ല. നിയമിക്കപ്പെട്ട നാളുകളൊന്നുമില്ലാത്ത അന്ന് എന്നെ കുറിച്ചുള്ളത് അവന്റെ പുസ്തകത്തിലുണ്ട്. പത്രോസിനെ കർത്താവ് തെരഞ്ഞെടുത്തു. കർത്താവ് പത്രോസിനെ തെരഞ്ഞെടുത്തപ്പോൾ ഇവൻ എന്നെ തെള്ളിപ്പറയും, ഇവൻ എന്നെ രാഗി അറിയുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ തെള്ളിപ്പറയുമെന്ന് കർത്താവിന് അറിയാം. അറിഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുത്തത്. സഹോദരി സഹോദരന്മാരെ, എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തപ്പോ നമ്മുടെ ജീവിതം മുഴുവൻ കണ്ടിട്ട് തന്നെയാണ് തെരഞ്ഞെടുത്തത്. എന്റെ ജീവിതത്തിൽ ഇന്ന എന്റെ കുഴപ്പങ്ങൾ വരും, ഇന്ന എന്റെ പ്രശ്നങ്ങൾ വരും, അത് കണ്ടിട്ടാണ്, കാണാമല്ല. എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് കർത്താവിന് അവിചാരിതമല്ല. ഹി ന്യൂ അബൌട്ട് ഇറ്റ്. പക്ഷെ അതിന്റെ പരിഹാരവും എവിടെ വരുത്തിയെന്നറിയാം? ക്രൂശിലാണ്. ഞാൻ ചെയ്ത സകല അതിക്രമങ്ങളും, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ട ശേഷവും ഞാൻ ചെയ്തിട്ടുള്ളത്, ഇന്നും ഞാൻ ചെയ്യുന്നത്, ഇനിയും ഞാൻ ചെയ്യുന്ന കുറവുകളൊക്കെ പരിഹരിക്കപ്പെടുവാൻ പിതാവ് തന്റെ സർവജ്ഞാനത്തിൽ പുത്രന് മേലെ പാപങ്ങൾ മുഴുവൻ ചുമത്തി അവനെ ശിക്ഷിച്ചു. ഇനിയും പാപത്തിനൊരു ശിക്ഷയുമില്ല. ഞാനൊരു പഠനം നടത്തി, അത് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ നരകം എന്താണെന്ന് ബൈബിള് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നരകത്തെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. നരകം എന്താണെന്ന് വെളിപ്പെടുത്തി ആ നരകത്തിന്റെ ഓരോ വേദനകളും കർത്താവ് അനുഭവിച്ചു. പാതാളത്തിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. ക്രൂശിൽ വെച്ച് അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പാതാളത്തിൽ, നരകത്തിൽ ഇരുട്ടുണ്ട്. അവൻ ഇരുട്ടിലേക്ക് മാറിയെന്ന് നമുക്കറിയാം. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നു. ക്രൂശിൽ അവൻ അത് അനുഭവിച്ചു. നരകത്തിന്റെ വേദനകൾ മുഴുവൻ കർത്താവ് അനുഭവിച്ചു. അവസാനം പറഞ്ഞു, സകലം നിവൃത്തിയായി. തെറ്റലാസ്തായി. റോമൻ ഭരണകാലമാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. ഞാനിങ്ങനെ വായിച്ച് മനസ്സിലാക്കി, റോമൻ ഭരണകാലത്തിൽ ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ ഒരു ഗവൺമെന്റ് പിടിച്ചാൽ അവനെ 2 വർഷം ജയിലിൽ അടയ്ക്കണമെന്ന് വിചാരിച്ചു. അവനെ പിടിച്ച് ജയിലിലിടുകയാണ്. അങ്ങനെ റോമക്കാരിടത്തില്ല. ആ ജയിലിൽ അവനെ ഇട്ട് കഴിഞ്ഞാൽ ആ ജയിലിന്റെ മുന്നിൽ ഒരു ചുരുള് കിടപ്പുണ്ട്. ആരാണ് കിടക്കുന്നതെന്ന് പേര് കാണും. അവൻ ചെയ്ത കുറ്റം എന്താണെന്ന് കാണും. റോമൻ ഗവൺമെന്റ് അവന് വിധിച്ചിരിക്കുന്ന 2 വർഷം അതവിടെ കിടക്കും. 2 വർഷം കഴിയുമ്പോൾ ആ ചുരുളിന്റെ കുറുകെ അവനൊരു വാക്ക് അവരെഴുതും അധികാരികൾ. എന്താണെന്നറിയാമോ? കൊടുത്തു തീർത്തു. ഗ്രീക്കിൽ ആ വാക്ക് തെറ്റലാസ്തായി. അതേ വാക്കാ കർത്താവ് കുരിശിൽ പറഞ്ഞു. എന്റെയും നിങ്ങളുടെയും പേരിന്റെ താഴെ നീണ്ട ഒരു പട്ടികയുണ്ട്. കൈയെഴുത്തുണ്ടായിരുന്നു. ആ കൈയെഴുത്തിന്റെ കുറുകെ അവൻ എഴുതി കൊടുത്തു തീർത്തു. അത് കൊടുത്ത് ഈ വ്യക്തി 2 വർഷം ആ ജയിലിൽ കിടന്നു കഴിയുമ്പോൾ കൊടുത്തു തീർത്തു ചട്ടലാസ്ത എന്ന് എഴുതിയിട്ട് ആ ചുരുളി ചുരുട്ടി ഈ മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് തുറന്നു. അവനെ പിന്നെ ശിക്ഷിക്കാൻ ഒക്കില്ല. അവൻ കുറ്റം ചെയ്തു, കുറ്റം ശിക്ഷ അനുഭവിച്ചു. റോമൻ നിയമം അനുസരിച്ച് 2 പ്രാവശ്യം ശിക്ഷിക്കാൻ ഒക്കില്ല. സൗന്ദര്യ നമ്മുടെ രക്ഷയുടെ മഹത്വം ഓർത്ത് എന്റെ കർത്താവ് ശിക്ഷ അനുഭവിച്ചപ്പോ എനിക്ക് സ്വാതന്ത്ര്യം നൽകി. ഇനി എനിക്ക് ശിക്ഷയില്ല. ഇപ്പോ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധി. അപ്പോൾ ഒരു ചിന്ത വരും, അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ. നമ്മുടെ പാപങ്ങളെ, രക്ഷയുടെ മഹത്വം, ഞാൻ ബാക്കി ഭാഗം അവിടെ വിടട്ടെ. ഞാൻ തന്നെ നിന്റെ അകൃത്യങ്ങളെയും ആഴ്ചകളെയും നിന്റെ അകൃത്യങ്ങളെ ഇനി ഞാൻ ഓർക്കില്ല. നാം അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യാതൊരു കുറ്റം ചെയ്യാത്തവരായി നമ്മളെ അവിടെ പ്രസന്റ് ചെയ്യുക. എന്തോ ഒരു രക്ഷ. അപ്പോ ഒരു ചിന്ത,
രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പാപവും രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്ത പാപത്തിനും എല്ലാം പരിഹാരം ഉണ്ടായി. ഇനി എനിക്ക് ശിക്ഷ എന്ന് പറയുന്നത് ഇല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ. ഇവിടെയാണ് രണ്ടാമത്തെ വിഷയം വരുന്നത്. രണ്ടാമത്തെ വിഷയം എന്താണ്? ഒരു പുത്രൻ എന്ന നിലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബാലശിക്ഷ. ആ ശിക്ഷയുടെ പേരാണ് ബാലശിക്ഷ. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഈ ബാലശിക്ഷ. ദൈവത്തിന് പാപത്തിന് ഒരു ശിക്ഷയേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? എസെക്കിയേൽ 18:4 പാപം ചെയ്യുന്ന ദേഹി മരിക്കും. റോമർ 6:23 പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ആ മരണം എന്ന് പറയുന്നത് നിത്യ നരകമാണ്. ദൈവം നമുക്ക് തരുന്നില്ലേ? അത് പുത്രൻ അനുഭവിച്ചു. എന്നാൽ ഇന്ന് ബാലശിക്ഷ. ഞാനൊരു ദൃഷ്ടാന്തം പുതിയ നിയമത്തിൽ നിന്ന് എടുക്കട്ടെ. പുതിയ നിയമത്തിലല്ല, ബൈബിളിൽ നിന്ന് എടുക്കട്ടെ. അതായത് എന്നോട് ചിലര് സംശയം ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. എന്താന്ന് ചോദിച്ചാൽ, ചിലരൊക്കെ സഭയിലുണ്ട്. അവര് ഇവിടുത്തെ കാര്യമല്ല, എനിക്കൊന്നും അറിയില്ല. സഭയിലൊക്കെ ഉണ്ട്. അവര് എല്ലാ പ്രശ്നങ്ങളും ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. ബൈബിൾ ഒരു കാര്യം പറയും. ആ വാക്യം ഒന്ന് വായിച്ചിട്ട് പോകാം. എബ്രായലേഖനം 12-ാം അധ്യായം എടുത്താട്ടെ. ഹീബ്രൂസ് 12. നമ്മൾ രണ്ടാമത്തെ ഭാഗമാണ് പഠിക്കുന്നത്. പുത്രൻ എന്ന നിലയിൽ നടക്കുന്ന ന്യായം. അതുകൂടെ നമുക്ക് ഇനിയുള്ള അരമണിക്കൂർ കൊണ്ട് തീർക്കാം. നോക്കുക, 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കി. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാർ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും ദൈവസഭയിൽ പാപത്തിൽ തുടർന്ന് ജീവിക്കുകയും ദൈവം അവരോട് ഇടപെടുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ മക്കളല്ല. പിന്നെ ആരാ നിങ്ങള്? കൗലട. എന്താ കൗലട എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് തെറി പറയാണെന്ന് പറയും. ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ വായിച്ചു നോക്കുക. ജാരസന്തതിയാണ്, സ്വന്തം പിതാവിന് ജനിക്കാത്തവനാണ്, സ്വന്തം കുടുംബത്തിലുള്ളവനല്ല, അവനോട് പിതാവ് ഇടപെടത്തില്ല. അപ്പൊ സഭയിൽ ഉണ്ടായിട്ടും അപ്പം മുറിച്ചിട്ടും അവനൊരു കുഴപ്പവും ഇല്ലാതെ ജീവിച്ചു പോവുകയാണെങ്കിൽ ഈ വാക്യത്തെ ആസ്പദമാക്കി ഇവിടെ വായിക്കുന്നു, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ മക്കളല്ല. 5-ാം വാക്യം നോക്കി. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലതയാണ്. ഞാനൊരു ദൃഷ്ടാന്തം എടുക്കാൻ പോവുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രം ഏതാണ്ട് 3000-4000 വർഷം ചരിത്രം. ഈ 4000 വർഷം 3000 വർഷം ചരിത്രത്തിൽ ഏതാണ്ട് 2500 വർഷത്തിലധികം ഒന്നുകിൽ അവര് അന്യനാട്ടിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ അടിമത്തത്തിൽ കഴിയും. അവരെ പോലെ ശിക്ഷ അനുഭവിച്ച ഇന്ന് ഒരു 50 ദശലക്ഷം ആളുകളെങ്കിലും കാണേണ്ടത്. ആകെപ്പാടെ 13 ദശലക്ഷം ആളുകളിൽ എന്തോ പറ്റി കൊന്നൊടുക്കി. യൂറോപ്പില് 60 ലക്ഷം ഉണ്ടായിരുന്നു 2-ാം ലോകയുദ്ധകാലം. യുദ്ധം കഴിഞ്ഞപ്പോൾ 30 ലക്ഷമായി മാറി. 90 ലക്ഷം ഉണ്ടായിരുന്നത് 30 ലക്ഷമായി മാറി. 60 ലക്ഷത്തെ കൊന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇവരെ കാട്ടി പാപം ചെയ്ത രാജ്യങ്ങൾ അടുത്തൊക്കെ ഉണ്ടല്ലോ. മോബരും അമ്മൂന്യരും അവരൊക്കെ ഇവരെ കാട്ടി പാപം ചെയ്യുന്നു. ദൈവം എന്താ അവരോട് ഇടപെടാത്ത? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം നോക്കിയാട്ടെ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം നോക്കിയാട്ടെ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം.
അതിനെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം പറയുന്നു, യഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ. ഇസ്രായേൽ എന്റെ പുത്രൻ. ദൈവം എന്തിനാ ഇസ്രായേലിനോട് ഇടപെട്ടത്? എന്നാൽ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമുണ്ട്, മോവാബ്യര്. അവരെ കുറിച്ച് ഒരു വാക്യം വായിക്കാം. യെരമ്യാവ് 48 നോക്കി. യെരമ്യാ പ്രവചനം 48, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം. യെരമ്യാ പ്രവചനം 48 അധ്യായത്തിന്റെ 11 വാക്യം. യെരമ്യാവ് 48, 11 വാക്യം. മോവാബ്, യെസ്, ബാല്യം മുതൽ സ്വൈര്യമായി മട്ടിന്മീതെ തെളിഞ്ഞു നിന്നു. അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തോട്ട് പകരുകയോ പ്രവാസത്തിലേക്ക് പോവുകയോ കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവന്റെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു, അവന്റെ മണം പോയിട്ടില്ല. ദൈവം എന്താ പറയുന്നത്? ഈ മോവാബ്യർ ആരാണ്? കൗലടയാണ്. മോവാബ്യരും അമ്മോന്യരും എങ്ങനെയാ ജനിച്ചേ? യെസ്, ലോത്തിന്റെ പെൺമക്കളിൽ ജനിച്ചതാണ്. കൗലടയൻ എന്ന വാക്കിന്റെ അർത്ഥം മോവാബ്യരും അമ്മോന്യരുമാണ്. അവരോട് ദൈവം ഇടപെടത്തില്ല. മോവാബ്യർ ബാല്യം മുതൽ സ്വൈര്യമായിരിക്കുക. അവരെ പ്രവാസത്തിലോട്ട് അയച്ചിട്ടില്ല. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് അയച്ചിട്ടില്ല. അവര് വല്ലതും പ്രവാസത്തിൽ പോയിട്ടുണ്ടോ? ഈ ചുറ്റും കിടക്കുന്ന അറബി രാജ്യങ്ങൾ വല്ലതും പ്രവാസത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇസ്രയേലാണ് പ്രവാസത്തിൽ പോകുന്നത്. ഇസ്രയേലിനോടാണ് ദൈവം ഇടപെടുന്നത്. ഇസ്രയേൽ എന്റെ പുത്രനാണ്, താൻ കൈക്കൊള്ളുന്ന മകനെ ശിക്ഷിക്കും. ഈ ലോകത്തിൽ ബാലശിക്ഷ എന്ന് പറയുന്നത് ദൈവമക്കൾക്കേ ഉള്ളൂ. പാപികളോട് ദൈവം ഇടപെടത്തില്ല. പാപികൾക്ക് ബാലശിക്ഷയില്ല. പാപികളെ ദൈവം ന്യായം വിധിക്കാൻ ഒരു ദിവസമുണ്ട്, അന്ന് ശിക്ഷിച്ചോളും. ദൈവമക്കൾക്ക് ഭാവിയിൽ ശിക്ഷയില്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച് അവരെ ശിക്ഷിക്കും. ആ ശിക്ഷയുടെ പേരാണ് എന്ത്? ബാലശിക്ഷ. ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ ശക്തമായി എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞൊരു ഭാഗമുണ്ട്. അതായത്, വീണ്ടും ജനിച്ചതാണോ എന്ന് വിശ്വാസികൾ പരിശോധിക്കും. ഞാൻ ആരെയും വിധിക്കാനോ ഒന്നും എനിക്ക് അവകാശമില്ല. എങ്ങനെ പരിശോധിക്കാം? ഞാൻ പറയാം. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ 7 ടെസ്റ്റ് പറയുന്നുണ്ട് രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. വേണേ നിങ്ങൾ കുറിച്ചെടുത്തോ, നിങ്ങൾ വീട്ടിൽ ചെന്ന് ധ്യാനിച്ചു നോക്കുക. ഒരു ദൈവ പൈതലാണോ വീണ്ടും ജനിച്ചവനാണോ എന്നറിയാൻ 7 ടെസ്റ്റ് പറയുന്നുണ്ട്. ആദ്യം ഞാൻ യോഹന്നാൻ സുവിശേഷം എഴുതിയതും യോഹന്നാൻ ലേഖനം എഴുതിയതും 2 ഉദ്ദേശത്തോടെ. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിന്റെ 31 വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ എന്തിനാണ് സുവിശേഷം എഴുതിയത്? 20:31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെന്ന് എഴുതിയിരിക്കുന്നു. കണ്ടോ? രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്. യേശു ഇവിടെ വായിക്കുന്നു, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ ഇത് എഴുതി. എന്നാൽ ലേഖനം എഴുതിയതോ നോക്കാം. 1 യോഹന്നാൻ 5:13 നോക്കിക്കാട്ടെ. താൻ എന്തിനാ ലേഖനം എഴുതിയെന്ന് നോക്കിക്കാട്ടെ. 1 യോഹന്നാൻ 5 അധ്യായത്തിന്റെ 13 വാക്യം. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനല്ലേ. സ്തോത്രം. യോഹന്നാൻ ലേഖനം എഴുതിയ ദൈവമക്കൾക്ക്. യോഹന്നാൻ സുവിശേഷം എഴുതിയത് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. എന്നാൽ ലേഖനം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിച്ച നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, എനിക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ 7 ദൈവത്തിന്റെ പൂർണ്ണസംഖ്യ 7 ടെസ്റ്റ് പറയുന്നുണ്ട്. ഞാൻ വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണോ എന്നറിയാൻ. ഒരു ക്ലാസ് ആയിട്ട് എടുക്കാം, പക്ഷെ ഞാൻ ഓടിച്ചു പറയാം. 1 യോഹന്നാൻ 2 അധ്യായം നോക്കിക്കാട്ടെ. 1 യോഹന്നാൻ
2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ നീതി ചെയ്യുന്നതിനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. വളരെ ദീർഘമായിട്ട് അത് പഠിക്കാം. ഇസ്രായേൽ മക്കളെ കുറിച്ച് യെശയ്യാവ് 5 നീതിക്കായി നോക്കിയിരുന്നു, കായ്ച്ചതോ അനീതിയാണ്. ഒരു ദൈവ പൈതല് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ അനീതി ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പ്രശ്നവുമില്ല, പച്ചവെള്ളം പോലെ. എന്നാൽ ഇപ്പോള് ദൈവപുത്രൻ നീതിമാനാണെന്ന് ഗ്രഹിച്ചവരൊക്കെയും അവനിൽ നിന്ന് ജനിച്ചവനും നീതി പ്രവർത്തിക്കും. നമുക്ക് അനീതി ചെയ്യാൻ ബുദ്ധിമുട്ട്, അത് രക്ഷിക്കപ്പെട്ടത്. 2, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കട്ടെ. 3:9. ദൈവത്തിങ്കൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. NIV ബൈബിളിൽ രേഖപ്പെടുത്തുന്നത് he will not live or continue in sin. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് തുടർമാനമായി പാപത്തിൽ ജീവിക്കാൻ ഒക്കില്ല. പാപം ചെയ്ത് പോകാം, അബദ്ധമൊക്കെ വന്നു പോകാം, കാല് തെറ്റി വീഴാം, പക്ഷെ പാപത്തിൽ തുടർന്ന് ജീവിക്കില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരാട്ടുംകുട്ടിയും ഒരു പന്നിക്കുഞ്ഞും കൂടെ നടക്കാൻ പോയി. രണ്ടും കാല് തെറ്റി ചെളിക്കാത്ത. ആ പന്നിക്കുഞ്ഞ് ചെളിക്കാത്ത കിടന്ന് ഉരുളുക, പക്ഷെ ആട്ടുംകുട്ടി കരഞ്ഞുകൊണ്ട് ഒഴുകും. ഒരു ദൈവത്തിൽ കാല് തെറ്റി വീണാൽ അവൻ കരയും. ഒരു ഈ ചെളിക്കുഴിയിൽ വീണാൽ അവൻ അവിടെ കിടന്ന് രസിക്കും. അവൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ തുടർന്ന് പാപത്തിൽ ജീവിക്കത്തില്ല. അതാ അവിടെ രേഖപ്പെടുത്തി. 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കി. അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നമ്മൾ റോമലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. സഹോദരന്മാരെ, സ്നേഹിക്കാൻ നമ്മൾ ആരംഭിച്ചു. ലോകത്തിന്റെ ഏത് കോണിലും ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടാ ഒരു സ്നേഹം? ആ പരിശുദ്ധാത്മാവുണ്ട്. അത് തെളിവാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ഇല്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്റെ ജീവിതം. വീണ്ടും നോക്കിയാട്ടെ, 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയാട്ടെ. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. തീർന്നില്ല. അടുത്തത്, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനും എല്ലാം അവനിൽ നിന്ന് ജനിച്ചിരിക്കും. ജനിപ്പിച്ചത് പിതാവാണ്, പിതാവിനെയും സ്നേഹിക്കും. 5:4 നോക്കിയാട്ടെ. 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. പണ്ടൊക്കെ നമ്മുടെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ഈ ലോകത്തിന്റെ ഗതിക്ക് ഒഴുകുകയാണ്. എഫേസ്യർ 2. ലോകം എങ്ങനെ ഒഴുകിയോ അങ്ങനെ നമ്മൾ ഒഴുകി. ഇന്ന് ലോകത്തെ ജയിക്കുകയാണ്. അവസാനമായി 5:18 നോക്കാട്ടെ. 5:18 അവിടെ വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ നീതി ചെയ്യുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപത്തിൽ തുടർന്ന് ജീവിക്കത്തില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ നീതി പ്രവർത്തിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ നമ്മൾ ഓർത്തതുപോലെ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ഒരു പുതിയ ക്യാരക്ടർ നമ്മളുണ്ടായി. പഴയ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് വിഭിന്നമായി ഒരു പുതിയ സ്വഭാവം. ഞാൻ വീണ്ടും ജനിച്ചു എന്നുള്ളതിന്റെ തെളിവാണിത്. ദൈവങ്ങൾക്ക് പാപം ചെയ്ത് പോകാം, അബദ്ധങ്ങൾ വരാം. ഞാനൊരു ഭാഗം പറയട്ടെ. 5 കാര്യങ്ങൾ നടക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപം കടന്നു വന്നാൽ പെട്ടെന്ന് 5 കാര്യങ്ങൾ നടക്കും. 1, ആദ്യം പറ്റുന്നത്, he will lose the fellowship with God, not the sonship. ദൈവത്തിൻ്റെയോടുള്ള പുത്രത്വമല്ല നഷ്ടപ്പെടുന്നത്, പിന്നെ എന്താ നഷ്ടപ്പെടുന്നത്? കൂട്ടായ്മ. 1 യോഹന്നാൻ നമുക്ക് കാണാതറിയാം.
അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിലുള്ളത്, അവനിൽ ഇരുട്ടില്ല. നാം ദൈവത്തോട് കൂട്ടായ്മ വേണോ? നാം വെളിച്ചത്തിൽ നടക്കണം. യെസ്, നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ. പാപം ചെയ്താൽ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടം. ദൈവത്തിന് സാധിക്കുകയില്ല നമ്മളോട് കൂട്ടായ്മ ആചരിക്കാൻ. നമുക്ക് നൽകിയ പുത്രത്വം തിരിച്ചെടുക്കത്തില്ല. ഞാൻ ജോലി ചെയ്യുന്ന കാലം ലേവ്യ പുസ്തകം പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടിരിക്കുക. എന്റെ ജീവിതത്തോട് ദൈവം സംസാരിച്ചൊരു ഭാഗമുണ്ട്. ശരിക്കും സംസാരിച്ചു. എന്റെ ജീവിതത്തെ ക്രമീകരിച്ചൊരു ഭാഗമാണ്. മറ്റൊന്നുമല്ല, ഏത് മീൻ തിന്നാം, ഏത് മീൻ തിന്നരുത്, ഇതാണ് പഠനം. ലേവ്യ പുസ്തകം 11-ാം അധ്യായം നോക്കി. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സാക്ഷി പറയും. എന്റെ ജീവിതം ഞാൻ ക്രമീകരിച്ചൊരു ഭാഗമായി. ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 9 തൊട്ടുള്ള വാക്യം. വെള്ളത്തിലുള്ള എല്ലാറ്റിൽ വെച്ച് നിങ്ങൾക്ക് തിന്നാകുന്നവ ഇവ, കടലിലുള്ള നദികളിലുമുള്ള ചിറകും ചെതുമ്പലുമുള്ളതൊക്കെ നിങ്ങൾക്ക് തിന്നാം. ദൈവം എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? കടലിലും വെള്ളത്തിലും ഒക്കെയുള്ള ചിറകും ചെതുമ്പലുമുള്ളത് തിന്നാം, ചിറകും ചെതുമ്പലും ഇല്ലാത്തത് തിന്നരുത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ചിറകും ചെതുമ്പലുമുള്ള മീന് സൂര്യപ്രകാശത്തിലോട്ട് ഇങ്ങനെ കയറി വരുന്നത്. ചിറകും ചെതുമ്പലും ഇല്ലാത്തതോ ഇരുട്ടിനെ സ്നേഹിക്കുന്ന, പൊത്തിനകത്തും കരിയിലയുടെ അടിയിലും പോയിരിക്കും, അതിനെ തിന്നണ്ടെന്ന്. ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്ന മീനെ തിന്നരുത്. ഇന്ന് തിന്നാം കേട്ടോ, ഇന്ന് തിന്നാം. ഇന്ന് നമുക്ക് കാണുന്ന എന്തുവാ, മുഷിയും വാളയൊക്കെ തിന്നാനൊക്കത്തില്ല. ഇന്ന് തിന്നാം നമുക്ക്. പക്ഷേ യഹൂദനെ ദൈവം പഠിപ്പിക്കുകയാണ്, ഇരുട്ടിനെ സ്നേഹിക്കുന്ന മത്സ്യം നീ തിന്നണ്ട. ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇരുട്ടിന്റെ യാതൊരു നിഷ്ഫല പ്രവൃത്തികളെയും കൂട്ടാളികളാകരുത്. ഞാൻ വളരെ ചെറുപ്പമാണ്. എന്റെ ജീവിതത്തിൽ ഓർമ്മയുള്ളത് ഞാൻ കടലാസിൽ എഴുതി ദൈവം മുമ്പാകെ തീരുമാനമെടുക്കട്ടെ. സഹോദരന്മാരെ, ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ വേണം. പാപം നമ്മൾ കാണാൻ പാടില്ല. അവൻ അത്ര വിശുദ്ധൻ. രണ്ടാമത്, പാപം നമ്മൾ ചെയ്താൽ നമുക്ക് രക്ഷയല്ല നഷ്ടപ്പെടുന്നത്, പിന്നെ എന്തുവാ? രക്ഷയുടെ സന്തോഷം. സങ്കീർത്തനം 51:12 ദാവീദ് പഴയ നിയമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തിരിച്ചു തരണമേ. ദ ജോയ് ഓഫ് സാൽവേഷൻ. ഞാൻ പറയട്ടെ, 73 വയസ്സായിരുന്നു. പ്രായം ചെന്നു. എപ്പം വേണമല്ലോ കർത്താവ് എന്നെ വിളിക്കാം. പക്ഷേ ഒരുങ്ങിയിരിക്കുക, വിളിച്ചപ്പോ ആ സന്തോഷം, ഓരോ ദിവസവും അവൻ തരുന്ന ക്രിസ്ത്യ സന്തോഷം, അത് വർണ്ണിക്കാൻ പറ്റില്ല. ഞാൻ ജീവിച്ചു പോകുന്നത് ദൈവം തരുന്ന ആ സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ കാർമേഘ പടലങ്ങൾ വന്നാൽ, പാപത്തിന്റെ ലവലേശം വന്നാൽ നമുക്ക് ക്രിസ്ത്യ ജീവിതം സന്തോഷകരമാകത്തില്ല, ഒരു ബേർഡനായിട്ടും. 3, നാം പാപം ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കത്തില്ല. ദൈവം നമ്മളെ ഉപയോഗിക്കത്തില്ല. ഞാൻ 2 വാക്യം പറയാം. യെശയ്യാപ്രവചനം 52:11. യെശയ്യാപ്രവചനം 52:11. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. 2 തിമോഥെയോസ് 2:19 തൊട്ട് 21 വരെ യൗവന മോഹങ്ങളെ കുറിച്ച് പൗലോസ് പറയുകയാണ്. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. യൗവനമോഹങ്ങളെ വിട്ട് തന്നെത്താൻ ഒരുക്കുന്നവൻ ദൈവത്തിന് ഉപയോഗിക്കുന്ന മാനപാത്രമായി മാറും. ദൈവം എന്നെ ഉപയോഗിക്കണോ? എന്നെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാനപാത്രമായി, ഒരു വിശുദ്ധ പാത്രമായിരിക്കണം. ഞാനിങ്ങനെ പറയട്ടെ, ക്രിസ്ത്യകോളത്തിലെ ഏറ്റവും വലിയൊരു എഴുത്തുകാരനാണ് FB മേയർ. FB മേയർ ഒരിക്കലും ഒരു ദൃഷ്ടാന്തം പറഞ്ഞു.
എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. താനൊരു വലിയ എഴുത്തുകാരൻ. ഒരു ദിവസം താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേന മുറുക്കി അടച്ചിട്ട് ഡ്രോയറിനകത്ത് വേറെ ഒരു പേന എടുത്താ എഴുതി. അപ്പോൾ ഈ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഡ്രോയിൽ കിടക്കുന്ന പേന തന്നോട് സംസാരിക്കാൻ തുടങ്ങി. അല്ലയോ എം.പി. മേയർ, ഒരു കാലത്ത് ആ പേനയെ മാന്യമായ സ്ഥലത്തിൽ വെച്ച് അങ്ങയുടെ ചിന്തകൾ എന്നിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്പോള് വല്ലപ്പോഴും അങ്ങനെ ഒന്ന് തൊടും, പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നില്ല എന്ന് ഈ പേന എം.പി. മേയറിനോട് പറഞ്ഞു. ഉടനെ എം.പി. മേയർ തിരിച്ചു പേനയോട് പറയുക, അല്ലയോ കൊച്ചു പേനെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ വില കൊടുത്ത് മേടിച്ചതാ, നിന്നെ ഞാൻ കളയത്തില്ല. പക്ഷേ നിന്നെ ഞാൻ എടുത്ത് ഉപയോഗിച്ചാൽ നീ മഷി ലീക്ക് ചെയ്ത് എന്റെ സൂട്ടും കൂട്ടും എല്ലാം വൃത്തിയിടാം. യജമാനന് ഉപയോഗപ്രദമായ മണ്ണപാത്രം ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുകയാണെങ്കിൽ അവൻ ഉപയോഗിക്കും. സൗദിമാർക്കറിയാം, അടുക്കളയിൽ കഴുകാത്ത പാത്രം കാണും, കഴുകിയ പാത്രം കാണും. നിങ്ങൾ ഉപയോഗിക്കുന്നത് കഴുകിയ പാത്രം എടുത്ത് ഉപയോഗിക്കുക. എത്ര കരുതി നമ്മൾ ജീവിക്കണം. അവസാനമല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി. ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. സങ്കീർത്തനം 66:18, ഞാൻ എന്റെ ഹൃദയത്തിൽ അകത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ല. യെശയ്യാവ് 59:1-2 വാക്യം, നിങ്ങളുടെ പാപങ്ങൾ എത്ര അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖം നിങ്ങൾക്ക് മറച്ചിരിക്കുന്നത്. ദൈവത്തിന് കേൾക്കാൻ വയ്യാഞ്ഞിട്ടല്ല, നിങ്ങളുടെ പാപങ്ങളാണ് അവന്റെ മുഖം മറച്ചത്. നാം പാപം ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാറുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പാപം ചെയ്താൽ നമ്മുടെ ചുറ്റുമുള്ള വേലി ദൈവം പൊളിക്കും. അതെന്തോ ഈ പറയുന്നത്? ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം, സാത്താൻ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞു, അവനെ തൊട്ടോ, അവനുള്ളതൊക്കെ പോയി തൊട്ടോ. ഉടനെ സാത്താൻ എന്താ പറഞ്ഞു? നീ അവനും അവനുള്ളതിന് ചുറ്റും വേലി കെട്ടിയിരിക്കുക, പിന്നെ ഞാൻ എങ്ങനെയാ തൊടുന്നത്? എന്റെ കുടുംബം ദൈവം ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലി ചിലപ്പം പൊളിക്കും. നമ്മള് യെശയ്യാപ്രവചനം 5:5-7 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചാൽ, ഫലവത്തായ ഒരു കുന്നിന്മേൽ ഫലകരമായ ഒരു മുന്തിരി നട്ടു, അതിന് ചുറ്റും വേലി കെട്ടി. കായ്ക്കുന്നതൊക്കെ കഴിച്ചതാണ്. എന്തോ പറ്റി? ദൈവം വേലി പൊളിച്ചു. കാട്ടുപന്നി മാന്തിക്കളയുവാൻ വേലി പൊളിച്ചു. പാപം ചെയ്താൽ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും, ഉത്തരത്വമല്ല നഷ്ടപ്പെടുക. പാപം ചെയ്താൽ രക്ഷയല്ല നഷ്ടപ്പെടുന്ന, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടും. പാപം ചെയ്താൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ വയ്യാതായി മാറും. പാപം ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. പാപം ചെയ്താൽ തുടർന്ന് ജീവിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള വേലി ദൈവം ചിലപ്പോൾ പൊളിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. പാപം ചെയ്തു പോയി, എന്ത് ചെയ്യണം? 1 കൊരിന്ത്യർ 11-ാം അധ്യായം നോക്കാം. പാപം ചെയ്തു പോയി, ജീവിതത്തിൽ പാപം വന്നുപോയി, ഞാൻ എന്ത് ചെയ്യണം? 1 കൊരിന്ത്യർ 11-ാം അധ്യായം നോക്കിയാട്ടെ, അതിന്റെ 31-32 വാക്യം. 1 കൊരിന്ത്യർ 11, 31-32 വാക്യം. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. ജഡ്ജ് യുവർ സെൽഫ് ദാറ്റ് യു മേ നോട്ട് ബി ജഡ്ജ്. ഞാൻ പാപം ചെയ്താൽ ഞാൻ തന്നെ എന്നെ വിധിക്കണം. കർത്താവേ, ഞാൻ തെറ്റാക്കിയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ പാപങ്ങളെ, തിരുവചനത്തിൽ വായിക്കുന്നു 1 യോഹന്നാൻ 1:9, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. അവൻ ക്ഷമിക്കാത്ത ഏതെങ്കിലും പാപമുണ്ടോ? ഇല്ല, എല്ലാ പാപവും ക്ഷമിക്കും. പാപത്തെ ഏറ്റുപറയണമെങ്കിൽ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകും, കൺവിക്ഷൻ. ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്കൊരു ബോധം ഉണ്ടായാൽ മതി. ഞാൻ കർത്താവിനോട്, കർത്താവെ എന്നോട് ക്ഷമിക്കണം, തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ തെറ്റ് എന്റെ കർത്താവ് ക്ഷമിച്ചു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടില്ല. ഇല്ലെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? ബാലശിക്ഷ.
ബാലശിക്ഷ. ഞാനിതുള്ള ബന്ധത്തിൽ ഒരു പഠനം നടത്തി, പക്ഷെ എടുക്കാൻ ഒരു നിവൃത്തിയില്ല. നിങ്ങൾ പഴയ നിയമം ഒന്ന് എടുത്താട്ടെ, സംഖ്യാപുസ്തകം 19-ാം അധ്യായം. ഞാൻ ഓടിച്ചൊന്ന് പറയാം. സംഖ്യാപുസ്തകം 19-ാം അധ്യായം, ക്ഷമിക്കണേ, സംഖ്യാപുസ്തകം 19-ാം അധ്യായം. സാധാരണ ഞാനൊരു പ്രസംഗമായിട്ട് എടുക്കുന്ന ഒരു ഭാഗമാണ് പശുഭസ്മം, റെഡ് ഹൈഫൻസ് ആഷസ്. ഞാൻ പറയാം, അതായത് ഇസ്രായേൽ മക്കള് മലിനപ്പെട്ട് കഴിഞ്ഞാൽ പാളയത്തിന് പുറത്തു പോകും, ഔട്ട് ഓഫ് ക്യാമ്പ്. ക്യാമ്പിനകത്ത് ദൈവം, വിശുദ്ധന്മാർ പാർക്കുന്ന ഇടമാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ, അശുദ്ധരായി തീർന്നാൽ ശവത്തെ തൊട്ട് മലിനമായി, അല്ലെങ്കിൽ സ്രവം തൊട്ട് മലിനമായി, ഇങ്ങനെ ഇസ്രായേലിന് കൊടുത്ത പ്രമാണങ്ങളിൽ അവർ മലിനപ്പെട്ടാൽ അവര് ശുദ്ധിയാകുന്നത് വരെ പാളയത്തിന് പുറത്തു പോകും. അവരെ ശുദ്ധീകരിക്കാൻ ദൈവം ഒരു കാര്യം ചെയ്തു. ദേവാലയത്തിൽ ഒന്നും പോണ്ട, ദൈവം ഒരു കാര്യം പറഞ്ഞു, പശുഭസ്മം ഉണ്ടാക്കാൻ. ചുവന്ന പശുക്കിട, നുകം വെക്കാത്ത പശുക്കിട, അതിനെ അറുത്ത് ചുട്ട് ഭസ്മമാക്കാം. അതിനകത്ത് ദേവദാരു, ഈസോപ്പ്, ചൂപ്പുനൂലൊക്കെ ഇടണം. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കാണിക്കുക. ഈ ഭസ്മം വാരി എവിടെയാ വെക്കുന്നതെന്ന് അറിയാമോ? 9-ാം വാക്യം നോക്കട്ടെ. ഭസ്മം വാരി പാളയത്തിന് പുറത്തു കൊണ്ടുവെക്കണം. ദേവാലയത്തിലല്ല, പാളയത്തിന് പുറത്ത്. അപ്പോൾ പാപം ചെയ്തൊരു മനുഷ്യൻ എങ്ങോട്ടാ പോകുന്നത്? പാളയത്തിന് പുറത്താണ്. ഇവൻ പാപം ചെയ്ത മനുഷ്യൻ പാളയത്തിന് പുറത്തു പോകണം. ആ പുറത്തിരിപ്പുണ്ട് ആ പശുഭസ്മം. അവൻ വേറെ ഒന്നും ചെയ്യണം. പുരോഹിതനുമാണ് വരണ്ട, ഒരു ശുദ്ധിയുള്ള ഒരു മനുഷ്യൻ. ഇതാണ് ഗലാത്യലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. 6:1 എന്താ വായിക്കുന്നത്? നിങ്ങളിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ആത്മീകരായ നിങ്ങള് അവനെ യഥാസ്ഥാനപ്പെടുത്തുക. ആർക്ക് വേണേലും ചെയ്യും, ഇവിടെയും ആർക്ക് വേണേലും ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? 19-ാം വാക്യം, ശുദ്ധിയുള്ളവൻ അശുദ്ധനായി തീർന്നവനെ 3-ാം ദിവസവും 7-ാം ദിവസവും തളിയും. ഈ പശുഭസ്മം വാരി ഉറവുവെള്ളത്തിനകത്ത് കലക്കിയിട്ട് അവന്റെ ദേഹത്ത് 3-ാം ദിവസവും തളിക്കണം, 7-ാം ദിവസവും തളിക്കണം. ഇത്രയേ ഉള്ളൂ. എന്നാൽ ഒരു വാക്കിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അതിന്റെ 12-ാം വാക്യം നോക്കി. 12-ാം വാക്യം, അവൻ 3-ാം ദിവസവും 7-ാം ദിവസവും വെള്ളം തന്നെത്താൻ ശുദ്ധീകരിക്കണം, അങ്ങനെ അവൻ ശുദ്ധനാകും. എന്നാൽ 3-ാം ദിവസം തന്നെ ശുദ്ധീകരിക്കാഞ്ഞാൽ അവൻ 7-ാം ദിവസത്തിൽ ശുദ്ധനാകത്തില്ല. 3-ാം ദിവസം അവന്റെ പേരിൽ ഇത് തളിച്ചില്ലെങ്കിൽ 7-ാം ദിവസം ശുദ്ധിയാകത്തില്ല. എന്തായി പറയുന്നത്? നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചു. ഉൽപ്പത്തി 42. യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിന്റെ മുന്നേ നിൽക്കുക. നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ ഒരു അപ്പന്റെ മക്കളാണ്, ഞങ്ങൾ പരമാർത്ഥികൾ. ആരോടായി പറയുന്നത്? യോസേഫ്. വിറ്റ് കളഞ്ഞ യോസേഫിനോട്. ബാലനായി ഇരുന്നപ്പോൾ അവനെ പൊട്ടക്കിണറ്റിലിട്ടിട്ട് ഈ സഹോദരന്മാർ കരയ്ക്കിരുന്ന് അപ്പം തിന്നുക. ഇവൻ കരഞ്ഞിട്ടും അവർ കേട്ടില്ല. ഇപ്പൊ അവര് വന്ന് പറയാ, ഞങ്ങള് നിരപരാധി. യോസേഫ് വെളിപ്പെടുത്തി. 42-ാം അധ്യായം ഉൽപ്പത്തി വായിച്ചാൽ അവരെ കാരാഗൃഹത്തിൽ അടച്ചു. 3-ാം ദിവസം, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്ന 3-ാം ദിവസം അവർ അന്യോന്യം പറയാൻ തുടങ്ങി, ഇത് നമ്മുടെ സഹോദരന്റെ രക്തം നമ്മോട് ചോദിക്കുക. അതിന്റെ ശേഷമാണ് യോസേഫ് വെളിപ്പെടുത്തിയത്. ഇസ്രായേൽ മക്കൾ സ്വന്തത്തിലേക്ക് വന്ന ദൈവപുത്രനെ ക്രൂശിച്ചു. ഞങ്ങൾക്ക് നിന്നെ വേണ്ട. ഇനിയും അവർ തിരിച്ചറിയുന്ന എപ്പോഴാണ്? 3-ാം ദിവസത്തിന്റെ അനുഭവം. കുത്തിയിട്ടുള്ളവരിലേക്ക് അവൻ നോക്കും. സഹോദരന്മാരെ, 3-ാം ദിവസം പുനരുദ്ധാനത്തിന്റെ, റിയലൈസേഷന്റെ എന്ന് പറഞ്ഞാൽ ആ ബോധമുണ്ടാകുന്ന ദിവസം. അങ്ങനെ 3-ാം ദിവസം ഇല്ലെങ്കിൽ 7-ാം ദിവസം ശുദ്ധിയുള്ളവനാകത്തില്ലേ? പാപത്തെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ, പാപം ഏറ്റുപറയണമെങ്കിൽ പാപബോധമുണ്ടാകണം. പാപത്തെ കുറിച്ച് ബോധമില്ലയോ, ശുദ്ധീകരണമില്ല. ഈ സംഖ്യാപുസ്തകം 19 പഠിപ്പിക്കും. 3-ാം ദിവസം ശുദ്ധി ചെയ്യുന്നില്ലെങ്കിൽ 7-ാം ദിവസം ശുദ്ധിയുള്ളവൻ അകത്ത്. ഇല്ലെങ്കിൽ കർത്താവ് ബാലശിക്ഷ കഴിയും. എന്താണ് ഈ ബാലശിക്ഷ എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. മുമ്പെയുള്ള മരണം വരെ സംഭവിക്കും. അതുകൊണ്ട് അത് നാളെ എടുക്കാമോ?
എല്ലാ മരണങ്ങളും അങ്ങനെയല്ല. അതും വചനം പഠിപ്പിക്കും. കർത്താവ് നമ്മെ സഹായിക്കും. ബാലശിക്ഷ ഈ ലോകത്തിൽ ദൈവമക്കൾക്ക് മാത്രമുള്ളതാണ്. അവൻ ഇസ്രായേലിനോട് ഇടപെടുന്നു, കാരണം ഇസ്രായേൽ അവന്റെ പുത്രനാണ്. മോവാബിനോട് ഇടപെടുന്നില്ല. മോവാബ് കൗലനെ. എനിക്കും നിങ്ങൾക്കും ഭാവിയിൽ ശിക്ഷയില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ വെച്ച് ദൈവം നമ്മളെ ശുദ്ധീകരിച്ചു നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്ന് ഇത് പഠിക്കാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുന്നു.